വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേതദോഷമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. പണ്ടുകാലത്തെ ഭൂതപ്രേത പിശാചാദികളുടെ ഉപദ്രവം ധാരാളമുണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപകടത്തിൽ മൃതിയടയുന്നതും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതും കൊല്ലപ്പെടുന്നതുമായ മനുഷ്യാത്മാക്കൾ പ്രേതങ്ങളായി തീരുന്നുവെന്നാണ് മിക്കവരും കരുതുന്നത്. കൊല്ലപ്പെടുന്നവരുമായി മനുഷ്യാത്മാക്കൾ പ്രേതങ്ങളായി തീരുന്നുവെന്നാണ് വിശ്വാസം. അങ്ങനെ മരണപ്പെടുന്നത് ജീവൻ മതിയായിട്ടുള്ള മരണമല്ല. ആ ആത്മാക്കൾക്കുള്ള ബലികർമാദികളും ശാസ്ത്രങ്ങളും വേണ്ട വിധം നടത്തപ്പെടാൻ സാധിക്കാതെ വരും. ആ ആത്മാക്കൾക്ക് ഗതി കിട്ടാതെ പ്രേതങ്ങളോ പിശാചാദികളോ ആയി അലയും. അവർക്ക് ഭൂമിയിലും സ്വർഗത്തിലും നരകത്തിലും ഇടം കിട്ടാതെ വരുമ്പോൾ സന്ദർഭാനുസരണം അവ ഉപദ്രവകാരികളായി തീരുന്നതാണ്. ചില പ്രേതങ്ങൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉപദ്രവിച്ചിരുന്നവരെയും ബാധകളായി ശല്യപ്പെടുത്തും. രാത്രിയിൽ സ്വപ്നാവസ്ഥയിൽ സ്വപ്നാടനം, വീട്ടിൽ നിന്നും ആരുമറിയാതെ ഇറങ്ങി പോകുക, ആരോ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നതായി തോന്നുക, സ്വന്തക്കാർ വിട്ടു പോകുന്നതായി കാണുക, വിശപ്പും ദാഹവും തോന്നുക, പിണ്ടം വയ്ക്കുന്നതായി കാണുക തുടങ്ങിയവയെല്ലാം പ്രേതദോഷങ്ങളാണ്. പ്രേതം ബാധിച്ചയാൾ പ്രേതമായി തീരുന്നതിനു മുമ്പേ, അതായത് ജീവിച്ചിരുന്നപ്പോൾ കാട്ടിയ രീതികൾ കാണിക്കുക എന്നതും ചിലപ്പോൾ സംഭവിക്കും. പിന്നെ വഴി എത്ര നടന്നാലും തീരാത്ത അവസ്ഥ, കനാൽ ജലം കാണുന്നത് പോലെ തീ കാണുക, ഓടി നടന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ചെയ്യുക, കിതയ്ക്കുക, ഒടുവിൽ ബോധം കെട്ട് വീഴുക, ഇതെല്ലാം സംഭവ്യമാണ്. ഇതെല്ലാം പ്രേതബാധ ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ പ്രേതബാധ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ പ്രതിവിധി ചെയ്ത് ദോഷമുക്തി വരുത്തേണ്ടതാണ്.